വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതായത് മഹീന്ദ്രയുടെ പുതിയൊരു പിക്കപ്പ് സീരീസിലൊരു വാഹനം വരാൻ പോകുന്നുണ്ടെന്ന്. അതിന് അത്യാവശ്യം റീച്ചിങ് കിട്ടിയിട്ട് നമുക്ക് 5000-ന് മുകളിൽ വ്യൂസും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ പേരെന്ന് പറയുന്നത് മഹീന്ദ്ര വീറോ എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ജെന്യുവൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല, എങ്കിൽ പോലും അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പം പലരും ഓരോ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പലരും എൻക്വയറിക്കായിട്ടൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാഹനം ഇന്നാണ് ലോഞ്ച് ചെയ്തത്. ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് വണ്ടി നേരിട്ട് കിട്ടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പല സ്പെക്കും കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയത്തില്ല, എങ്കിലും നമുക്ക് അതിൻ്റെ ബ്രൗഷറിൽ നിന്നും കാര്യങ്ങളൊക്കെ നിന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പറയുന്നതിനകത്ത് എല്ലാ 99.9% ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നിനും കൊണ്ടല്ല പറയുന്നത്, നമ്മൾ ഈ ഒരു വാഹനം എത്തുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും മലയാളത്തിലുള്ള. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ എന്താ പറയുക ബെൽ ബട്ടണും ഒക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. അതായത് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ച് അവരെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കുറച്ച് സബ്സ്ക്രൈബർ ഫാമിലി വലുതാക്കി തരും. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വാഹനം ഇന്നായിരുന്നു ലോഞ്ച് ചെയ്തത്. വണ്ടി നമുക്ക് ഡയറക്റ്റ്ലി കിട്ടിയിരുന്നൊന്നുമില്ല. നോർത്തിലുള്ള കുറച്ച് വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അവിടേക്കാണല്ലോ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തുള്ള കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നെന്നിരിക്കും, അറിയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ ആ വാഹനത്തിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ കറക്റ്റായിട്ടുള്ളത് എഴുതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി അതിനകത്തെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. വണ്ടിയില്ല സ്പെക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ. അതുപോലെ തന്നെ വെളിയിലാണ് നിൽക്കുന്നത്, ഔട്ട്ഡോറിലാണ് നിൽക്കുന്ന കിളികളുടെയൊക്കെ കരച്ചിൽ കാണുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ വെളിയിലിറങ്ങുന്ന കാക്കയുടെയും കിളിയുടെയൊക്കെ കരച്ചിലൊക്കെ അത് ചിലപ്പോൾ വീഡിയോയ്ക്ക് കയറി വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം മഹീന്ദ്ര വീറോ, ഈ ഒരു വാഹനം നമുക്ക് വരുന്ന വേരിയൻസ് എന്ന് പറയുന്നത് V2, V2A, V4, V4A, V6 എന്നിങ്ങനെ വേരിയൻസിലാണ് വരുന്നത്. അതായത് 5 വേരിയൻസിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഏതിനകത്തൊക്കെയാണ് ചെയ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ല. അത് ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് ചെയ്യുക. അതുകൊണ്ട് എക്സ്ഷോറും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല, അത് മറ്റൊരു വീഡിയോയ്ക്കകത്ത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത്ര വേരിയൻസ് ആണെങ്കിൽ ഈ വേരിയൻസ് തന്നെ വീണ്ടും സബ് വേരിയൻസ് ഉണ്ട്. ഒന്ന് XL-ഉം ഒന്ന് XXL. ഈ XL-ഉം XXL-ഉം വരുന്നതെന്ന് പറയുന്നത് ഒന്ന് ബോഡിയുടെ ഡെക്കിൻ്റെ സൈസ് വെച്ചിട്ടാണ്. XL-നേക്കാളും കുറച്ചുകൂടെ വലുതാണ് XXL വരുന്നത്. പിന്നീട് ബോഡി ഡെക്ക് 2 രീതിയിലുള്ള വരുന്നുണ്ട്. ഒന്ന് ഷോർട്ട് ഡെക്ക്, ഹൈ ഡെക്കും. ഷോർട്ട് ഡെക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 1.3 മീറ്ററേ വരത്തുള്ളൂ. ഹൈ ഡെക്ക് 1.3 മീറ്ററിൽ 1.3 അടിയേ വരത്തുള്ളൂ. ഹൈ ഡെക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 3.8 അടിയോളമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് വേരിയൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അത് കണ്ടില്ല. ഇവിടെ നിന്ന് ഹൈ ബട്ടൺ കൊടുത്തിട്ട് കയറി കണ്ടു നോക്കുക. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെക്ക് കാര്യങ്ങളിലൊക്കെ പറയാം. ഇപ്പോൾ വാഹനം നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നീട് വാഹനം കിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത് MDI, അതായത് മഹേന്ദ്ര ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അതാണ് MDI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ വരുന്ന 3 സിലിണ്ടർ 1493 cc എഞ്ചിനാണ്. നമ്മുടെ പിക്കപ്പുകളിലൊക്കെ വന്നിരുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ്. സൂപ്രോകളിൽ വന്നിരുന്ന 2 സിലിണ്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 3 സിലിണ്ടർ കാറ്റഗറിയിലോട്ടാണ് മഹേന്ദ്ര മാറ്റിയിരിക്കുന്നത്. അതായത് സൂപ്രോയുടെ മുകളിൽ വരും, എന്നാൽ പിക്കപ്പിനോളം നിൽക്കുകയും ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിക്കപ്പിൽ 4 സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 സിലിണ്ടർ വന്നിട്ടുണ്ട്. 1500 cc, അതായത് 1493 cc എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് നമുക്ക് 80 bhp ആണ് വരുന്നത്. അത് 3500 RPM-ലാണ് ഈ ഒരു 80 bhp പവർ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 210 Nm ടോർക്കാണ്. അത് 1400-2600 RPM-നിടയ്ക്കാണ് നമുക്ക് ഈ 210 Nm ടോർക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ്. എന്നാൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് വാഹനമാണ്. നമ്മൾ പ്രതീക്ഷ പല ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. എന്തെങ്കിലും ഫീച്ചർ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു 100% പാക്ക്ഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വരുന്നത്. നമ്മളപ്പോൾ എൻജിൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ എൻജിൻ പറഞ്ഞിട്ട് ഫ്യൂവൽ ടാങ്കിലേക്ക് പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഒരു വാഹനത്തിൽ ഡെഫ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 45 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഡെഫ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 10 ലിറ്ററാണ്. പിന്നീട് ഒരു വാഹനത്തിൻ്റെ വീൽ ബേസിലേക്ക് നമുക്ക് പോവുകയാണ്. വീൽ ബേസ് നമുക്ക് XL സീരീസിലെ വാഹനങ്ങൾക്ക് 2550 ആണ്
വരുന്നത്, അതായത് 2550 mm ആണ് വീൽ ബേസ് വരുന്നത്. ഡബിൾ എക്സൽ വരുമ്പോഴത്തേക്കും 2700 mm വരും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൈമെൻഷൻസും കൂടെ പറയണ്ടേ. ഡൈമെൻഷൻസ് എന്ന് പറയുന്ന ലെങ്ത് 4710 mm ആണ് എക്സൽ സീരീസ് വാഹനങ്ങൾക്ക് വരുന്നത്. അതുപോലെ 4980 mm ആണ് ഡബിൾ എക്സൽ സീരീസ് വാഹനങ്ങൾക്ക് വരുന്നത്. വിഡ്ത്തും ഹൈറ്റും സെയിം തന്നെയാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1746 mm, ഹൈറ്റ് 2040 mm ആണ് വരുന്നത്. പിന്നീട് ഫ്രണ്ടിലും ബാക്കിലും ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എത്ര ലീഫാണെന്നുള്ളതിൻ്റെ കൗണ്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ ആ ഒരു വണ്ടി ഇട്ടുകൊണ്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ ടയറുകൾ ഞാൻ നേരത്തെ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് 195 R15 LT ടയേഴ്സാണ് വരുന്നത്. നമ്മുടെ പിക്കപ്പിൽ 1.3 മാക്സ് 1.3 വന്നിരുന്ന ടയേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു D+2 കോൺഫിഗറേഷൻ വരുന്ന വാഹനമാണ്. ഡ്രൈവറിനെ കൂടെ 2 പേരെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് അന്ന് വിശാലമായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. നമുക്കതിനകത്ത് കിടക്കാനുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 സീറ്റുകൾ റിക്ലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഫുള്ളി റിക്ലൈൻ ചെയ്ത് നമുക്കൊരു ബെഡ് പോലെ ആക്കിയിട്ട് അതിനകത്ത് കിടക്കാൻ കഴിയും. ആ സീറ്റിൻ്റെ ബാക്കിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുമുണ്ട്. പിന്നീട് ഇങ്ങനെ മൈലേജ് എല്ലാവരും ചോദിക്കുന്നൊരു കാരണം വാഹനത്തിന് എന്ത് മൈലേജ് ലഭിക്കുമെന്നുള്ളത്. 18.4 മഹീന്ദ്രയുടെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ GVW വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാറ്റഗറിയിലാണ് GVW വരുന്നത്. ഒന്ന് 2999 കിലോ, ഒന്ന് 3980 കിലോ, ഒന്ന് 3170 കിലോ. പിന്നെ അതുപോലെ തന്നെ പേലോഡ് വരുന്ന 1550 അതുപോലെ 1600 2 പേലോഡ് കാറ്റഗറിയിലാണ്. ഒന്ന് 1.5 1.6 വരുന്നത്. അത് 1.5 എന്ന് പറഞ്ഞാൽ 1550, 1.6 വരുമ്പോൾ 1600. ഈ ഒരു വാഹനം ഫ്രണ്ട് തീരെ ഇല്ലാത്ത വാഹനമാണ്. നമ്മുടെ പിക്കപ്പ് എന്നൊക്കെ പറയുന്ന ഫ്രണ്ടിൽ നോസ് ഡിസൈനോട് വരുന്നത്. ഇത് നോസ് ഡിസൈൻ അല്ല, ഫ്രണ്ട് ഫ്ലാറ്റ് ഡിസൈനാണ്. എങ്കിലും അതിനകത്ത് കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ആക്സിഡൻറ്റ് ആവുകയാണെങ്കിൽ തന്നെ അകത്തിരിക്കുന്നവർക്കൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പം ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് കുറച്ചതുകൊണ്ട് തന്നെ 5.1 മീറ്റർ മാത്രമാണ് ടേണിംഗ് റേഡിയസ് വരുന്നത്. പിന്നെ നമുക്കിതിന് പ്രധാനപ്പെട്ട കാര്യമാണ് കാർഗോ ഡെക്കിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ കാർഗോ ഡെക്കിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് കാർഗോയുടെ ലെങ്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൽ സീരീസ് വാഹനങ്ങൾ 9 അടി നീളമാണ് വരുന്നത്. അതുപോലെ ഡബിൾ എക്സൽ ആണെങ്കിൽ 9.9, നമുക്ക് റൗണ്ട് ചെയ്ത് 10 എന്ന് പറയാം. 10 അടി നീളമാണ് വരുന്നത്. അപ്പോൾ കാർഗോയുടെ വിട്ട് വരുന്നത് 5.3 അടിയാണ് വീതി വരുന്നത്. പിക്കപ്പ് വരുമ്പോൾ 5.5 അടിയിലും 5.9 അടിയുമായിട്ട് മാറുന്നുണ്ട്. ഇത് 5.3 അടിയാണ് വീതി വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 2 എന്ന് പറഞ്ഞാൽ ഒന്ന് ഷോർട്ട് ഡെക്ക് ഹൈ ഡെക്കും വരുന്നുണ്ട്. ഷോർട്ട് ഡെക്കിനാണെങ്കിൽ 1.3 ഹൈറ്റ് വരുന്നത്. ഹൈ ഡെക്കിനാണെങ്കിൽ 3.8 ഹൈറ്റ് വരുന്നത്. കാരണം പിക്കപ്പിനകത്തും പലരും ചോദിക്കുന്നത് ഹൈ ഡെക്ക് വണ്ടിയുണ്ട്. എന്നാൽ ഈ ഒരു വാഹനത്തിനകത്ത് ഹൈ ഡെക്ക് വാഹനവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഏകദേശം വാഹനത്തിൻ്റെ നമ്മൾ നോക്കുമ്പോഴുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വേരിയൻറ്റ് വൈസുള്ള ഫീച്ചേഴ്സ് നോക്കാം. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞേക്കാം. ആദ്യമേ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഇൻബിൽട്ടായിട്ട് ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻബിൽട്ടായിട്ട് പവർ വിൻഡോ അവൈലബിൾ ആണ്. നിങ്ങൾ കാണാം, നമുക്ക് കൊമേഴ്ഷ്യൽ വാഹനത്തിൻ്റെ പവർ വിൻഡോ, അതുപോലെ ഇൻബിൽറ്റ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ USB ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതൊക്കെ വേരിയൻസിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും ഞാൻ പറഞ്ഞുതരാം. റിക്ലൈനിങ് ഡ്രൈവർ സീറ്റ് അത് ഈ പറയുന്ന എല്ലാ വേരിയൻസിനകത്ത് അവൈലബിൾ. V2ലും V2Aയിലും V4ലും V4Aയിലും V6ലും അവൈലബിൾ ആണ്. സ്റ്റോറേജ് സ്പേസ് ബിഹൈൻഡ് സീറ്റ് അതും എല്ലാ വേരിയൻസിനകത്ത് അവൈലബിൾ ആണ്. സേഫ്റ്റി AAS 096 നോംസ് അതും എല്ലാത്തിനും അവൈലബിൾ. അതായത് ആ നോംസിലാണ് ഈ ഒരു വാഹനം വെച്ചാൽ സേഫ്റ്റി ഫീച്ചറിൻ്റെയാണ് നോംസ് വരുന്നത്. അതായത് ഡ്രൈവർ എയർ ബാഗ് അതും നല്ലൊരു ഫീച്ചറാണ്. കൊമേഴ്ഷ്യൽ വാഹനത്തിനകത്താണ് എയർ ബാഗ്സ്, ഡ്രൈവറിന് എയർ ബാഗ് വന്നിട്ടുണ്ട്. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് V2Aയിലും V4Aയിലും V6ലുമാണ് എയർ ബാഗ്സ് അവൈലബിൾ ആയിട്ട്. പിന്നെ AC പ്ലസ് ഹീറ്റർ അത് നമുക്ക് V4ലും V4Aയിലും V6ലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ 26.03 സെൻറ്റിമീറ്റർ ടച്ച് സ്ക്രീനാണ് വരുന്നത്. അത് നമുക്ക് V4ലും V4Aയിലും V6ലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഈ ഒരു വാഹനത്തിനകത്ത് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. അത് V6നകത്ത് മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് കൊമേഴ്ഷ്യൽ വാഹനമാണ്. ആ ഒരു കൊമേഴ്ഷ്യൽ വാഹനത്തിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. അതും V6നകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് പവർ വിൻഡോസ് അതും V6നകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള. ബാക്കി വാഹനങ്ങൾക്കൊന്നും അവൈലബിൾ അല്ല. അതുപോലെ ഫാസ്റ്റ് ചാർജർ USB C ടൈപ്പ് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള V4, V4A, V6 എന്നീ വേരിയൻസിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഡ്രൈവർ ഹെഡ് റെസ്റ്റ് നമുക്ക് V4, V4A, V6 എന്നീ വേരിയൻസിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാബ്രിക് സീറ്റ്സ് നമുക്ക് വരുന്നത് V4, V4A, V6 എന്ന വേരിയൻസിലാണ്. പിന്നെ IMAX ടെക്നോളജി നമുക്ക് V6 എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇതൊരു ഫുള്ളി ലോഡഡ് വെഹിക്കിളാണ്. മറ്റ് ബ്രാൻഡുകൾക്ക് വലിയൊരു തിരിച്ചടിയാണ് മഹീന്ദ്ര ഇങ്ങനൊരു വാഹനം പുറത്തിറക്കിയതുകൊണ്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും കൊണ്ട് പറയുകയല്ല, ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ വണ്ടി വന്ന ഉടനെ ചെയ്യുന്നതായിരിക്കും. കുറേ വേരിയൻസ് ഉണ്ട്. ഇതിനകത്ത് ഏതിനകത്തൊക്കെയാണ് CBC അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ ടിപ്പർ അവൈലബിൾ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതെല്ലാം പിന്നീട് അറിയത്തതേ ഉള്ളൂ. അതുപോലെ എക്സ്ഷോറൂം പ്രൈസുകൾ പറഞ്ഞിട്ടില്ല. എങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം. ടച്ച് സ്ക്രീൻ, ഹെഡ് റെസ്റ്റ് നേരത്തെ വന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ എടുത്തു വരേണ്ടതെന്ന് പറഞ്ഞാൽ ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ പവർ വിൻഡോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പല കൊമേഴ്ഷ്യൽ വണ്ടികളിലും ഇങ്ങനത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഇന്ത്യക്ക് വെളിയിലുള്ള ബ്രാൻഡുകളെ വെച്ച് കമ്പയർ ചെയ്യല്ല, ഇന്ത്യക്ക് അകത്തുള്ള ബ്രാൻഡുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ എന്താ പറയുക, നല്ലൊരു വാഹനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 7.99 lakhs എന്നാണ് എക്സ്ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് XL, XXL സീരീസ് വാഹനങ്ങൾ വരുന്നത്, ഏതിനകത്തൊക്കെയാണ് ഉള്ളത് എന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യും. ഇപ്പോൾ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ നിൽക്കുന്നവരാണോ അല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഡൗട്ട്സ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.